നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്, വടകരക്കാരനാണ്. യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ ആവശ്യപ്പെട്ടു നമുക്കൊന്ന് കാണണം എന്നിരിക്കണം. ദുബായിൽ വെച്ചും കണ്ടു, കൊച്ചിയിൽ വെച്ചും കണ്ടു. പക്ഷേ കുറേ ദിവസമായി നമ്മൾ ഇങ്ങനെ ആലോചിക്കണം. പക്ഷേ ഇതുവരെ എനിക്ക് പിടിയുന്നില്ല. അവർക്കായിട്ട് ഇപ്പോൾ എങ്ങനെ യാത്ര ചെയ്യുന്നു? സിഹബ് എന്ന പ്രസ്ഥാനം ഇപ്പോൾ നമ്മൾ ഉദ്ദേശമുള്ള ഒരു വളർച്ചയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വരുന്നത്. വളർച്ചയുടെ പിന്നിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ പോകേണ്ടി വരും. ഒരു യാത്ര വളരെ കഠിനമായിരുന്നു അല്ലേ? അല്ലെങ്കിൽ വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു മല കീഴടക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇത്തരം കഠിനമായ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. മൂത്ത പെങ്ങളാണെങ്കിൽ ഇവൾ കരച്ചിൽ വിശപ്പ് കൊണ്ടുള്ളൊരു കരച്ചിലാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 2 രൂപയുള്ളത്. ആ 2 രൂപ എനിക്കിപ്പോൾ ആ 2 രൂപ ഇങ്ങനെ നോക്കിയത് എനിക്കിപ്പോഴും ഓർമ്മ. അന്നൊക്കെ ഉമ്മ ഈ കേക്ക് ഉണ്ടാക്കിയിട്ട് പിന്നെ ബേക്കറിയിൽ കൊടുത്തിട്ട് ആ പൈസ കൊണ്ടാണ് അന്നത്തെ ചിലവ് കഴിഞ്ഞത്. മുളകും ഉപ്പും ആ ഒരു ചോറിൽ മെല്ലെ കൊടുത്തിട്ട് പെങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് വിശപ്പ് മാറിയതിൻ്റെ സന്തോഷം കൊണ്ട് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്, എരിവുകൊണ്ട് കരയുകയും ചെയ്യുന്നുണ്ട്. നമസ്കാരം. എന്തേ പിടിയരാത്തത്? അവസരത്ത് വരാം. അവസരം ഒത്തു നിൽക്കുന്ന ആളല്ലേ? എല്ലാം ഒത്തുവരണല്ലോ. എല്ലാത്തിനും സമയമുണ്ടല്ലോ ദാസല്ലേ? തീർച്ചയായും. സുഖമാണോ? സുഖം. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? അൽഹംദുലില്ലാ ഖൈർ അല്ലേ? റാഹത്തായിട്ട് പോകുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ദുബായിൽ വെച്ചാണ് ആദ്യം കാണുന്നത് അല്ലേ? നമ്മൾ ഷമീറിൻ്റെ കൂടെ അവിടെ ഒരു ഫംഗ്ഷനൊക്കെ വന്ന് കണ്ട്, അതിനുശേഷം കൊച്ചിയിൽ നമ്മളൊരു ഓഡിയോ ലോഞ്ചിന് കണ്ട്, അതിനുശേഷം ഇന്നാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും. കാഴ്ചകൾ കുറഞ്ഞെങ്കിലും സംസാരങ്ങളുണ്ടായിരുന്നു നമ്മൾ എങ്ങനെയാണൊന്ന് ഇരിക്കാൻ പറ്റുമെന്നൊക്കെ ഓർത്ത്. തീർച്ചയായും. നല്ലൊരു പ്രസ്ഥാനം അല്ലേ? ഒരു പ്രസ്ഥാനം എന്ന് വെച്ചാൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഈ നേരത്തെ പറഞ്ഞ പടച്ചവൻ്റെ കയറ് കൊണ്ട് വളരുന്നു. പക്ഷേ താങ്കളെ ചിരിച്ച മുഖമാണ് കേട്ടോ എനിക്കിഷ്ടം. എപ്പോഴും ചിരിച്ചിരിക്കണമല്ല. എന്നും ചിരിക്കലാണല്ലോ നല്ലത്. കാരണം നമ്മുടെ മുമ്പിൽ എപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലായിരിക്കണമല്ലോ. നമ്മൾ പുറകിൽ എന്തുണ്ടെങ്കിലും മുമ്പിൽ ചിരിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ നേരിടുക, കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുക, ഏറ്റവും പെർഫെക്റ്റായിട്ട് ഏറ്റവും ഏറ്റവും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവർക്കായിട്ട് ഇപ്പോൾ എങ്ങനെ യാത്ര ചെയ്യുന്നു? സിഹബ് എന്ന പ്രസ്ഥാനം ഇപ്പോൾ നമ്മൾ ഉദ്ദേശമുള്ള ഒരു വളർച്ചയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വരുന്നത്. ആ വളർച്ചയുടെ ഒരു പിന്നിലെ ഒരു രഹസ്യം എന്താണ്? മറ്റുള്ളവർക്ക് അറിയാൻ ഉള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. വളർച്ചയുടെ പിന്നിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ പോകേണ്ടി വരും. ഞാനിത് ഓരോന്നും ആരംഭിക്കാൻ ഓരോ കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്. അതായത് സിഹബിൻ്റെ പിന്നിലും ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ചിലപ്പോൾ ഞാൻ നടന്നു വന്ന വഴികളുണ്ടാവാം, ഞാൻ പരിചയപ്പെട്ട വ്യക്തികളുണ്ടാവാം, അതിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ ഇത്തരം ഒരു പ്രസ്ഥാനം വർഷങ്ങളോളായിട്ട് പിന്നെ പല പ്രതിസന്ധികളും തരണം ചെയ്ത് ഇപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്ന രൂപത്തിലേക്ക് ആയി വന്നത് എന്നുള്ള രീതിയിലാണ്. ഇപ്പോഴെന്ന് പറയാൻ ഇപ്പോഴും നമുക്ക് പറയാം നല്ല രീതിയിലേക്ക് ആയി വന്നു എന്നുള്ള രൂപത്തിൽ പറയാൻ പറ്റുന്ന ലെവലിലേക്ക് എത്തിയത്. പക്ഷെ അതിന് വർഷങ്ങളോളമുള്ള ഒരു യാത്രയാണത്. അത് നമുക്ക് ആ ഒരു യാത്ര വളരെ കഠിനമായിരുന്നു അല്ലേ? തീർച്ചയായും കഠിനമായിരിക്കണം. എന്നാൽ മാത്രം നമ്മൾ വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു മല കീഴടക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇത്തരം കഠിനമായ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയെന്ന് നമുക്ക് വരില്ല. അത്തരമൊരു ഈ പറയുന്ന യാത്രയിൽ, കഠിനമായ യാത്രയിൽ പല പ്രതിസന്ധികളും നേരിട്ടു. അതിലേറ്റവും നമുക്ക് മനസ്സിൻ്റെ ആഴത്തിൽ തട്ടിയ പ്രതിസന്ധി എന്തായിരിക്കും? ഈ സിഹബ് തുടങ്ങുന്നതിന് മുമ്പുള്ളതാണ് നമുക്ക് കൂടുതൽ പറയാൻ പറ്റുക. അവിടെ നിന്നാണല്ലോ ഇതിലേക്ക് എത്തുന്നത്. അവിടെ ആയിരിക്കുമല്ലോ ഏറ്റവും നമ്മൾ ഇതിൻ്റെ വിത്തിടുന്നതിന് മുമ്പുള്ള ചില അനുഭവങ്ങളിലാണ് കൂടുതൽ. പിന്നെ തീർച്ചയായിട്ടും അതാണ് നമുക്ക് അറിയേണ്ടത്. ആ വിത്തിടുന്ന വരെയുള്ള ഒരു ടെൻഷനുണ്ട്, അവിടെ ഉണ്ടായ ഒരു വീഴ്ചയുണ്ട്. അപ്പോൾ കൈപിടിച്ച് ഉയർത്തിയ ആളുകളുണ്ടാകാം. അവരെയാണ് നമ്മൾ എന്നും ഓർത്തു പോകേണ്ടത് അല്ലേ? ഞാൻ ഒന്നാമത് സ്റ്റാർട്ട് ചെയ്യണം, ആരംഭിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംരംഭം കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചതും ആലോചിച്ചതും ഒന്ന് ഞാൻ എൻ്റെ ലൈഫിലുണ്ടായ ചില ഇൻസിഡൻസ് എന്നാണ്. എൻ്റെ ലൈഫിലുണ്ടായ ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പയമ്മയും വേർപിരിഞ്ഞതാണ്. അപ്പോൾ ആ വേർപിരിഞ്ഞ സമയത്ത് തന്നെ ആ ഫാമിലി ലൈഫ് അങ്ങനെയായിരുന്നു. ആഫ്റ്റർ 12th പഠിക്കാൻ എനിക്ക് വലിയ ഓപ്ഷൻസ് ഒന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ കഷ്ടപ്പെട്ട ഞാൻ പിന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ടും ഞാൻ എൻ്റെ വിദ്യാഭ്യാസം നേടുന്നത്. അപ്പോൾ ആ സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീൽഡ്
എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് BTech. അപ്പോൾ അന്ന് അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും മറ്റുള്ളതൊന്നും എന്നോട് ആരും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. അത് അന്നത്തെ എൻ്റെ ഇപ്പോൾ ഏതാണ്ട് 2009 എയറോനോട്ടിക്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര, കാരണം മറ്റുള്ളവർക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റാത്തൊരു ഫീൽഡായിരുന്നു. അപ്പോൾ പക്ഷേ ഞാനത് പഠിച്ചിറങ്ങുമ്പോഴേക്കും അത് പഠിച്ചിറങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് അതൊരു എക്സ്പോർട്ടിംഗ് കോഴ്സാണ്. അതായത് ഇന്ത്യയിൽ അതിന് വലിയ സാധ്യതകളൊന്നും കാണുന്നില്ല, ലിമിറ്റേഷൻസ് ഉണ്ട്. അതൊരു എക്സ്പോർട്ടിംഗ് കോഴ്സാണ്, പുറത്തൊരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ ഞാൻ പഠിച്ചതെന്ന് പറയുന്നത് പല ജോലികളും ചെയ്താണ് പഠിച്ചത്. ഫസ്റ്റ് ഇയറൊക്കെ എല്ലാ ജോലികളും ചെയ്താണ് പഠിച്ചത്. പിന്നീട് ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചെങ്കിലും പഠിച്ചിറങ്ങുമ്പോഴേക്ക് അതിനുള്ള സാധ്യതകൾ വന്നില്ല. പക്ഷേ ഞാൻ എൻ്റെതായ രൂപത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് എന്നെപ്പോലെ തന്നെ പഠിച്ച വേറൊരാൾ എൻ്റെ ഉറ്റ സുഹൃത്തുണ്ടായിരുന്നു. 2015-16 മൂപ്പര് എന്താ പറയുക, കുറച്ച് കൂടുതൽ ഇതിനു വേണ്ടി മെനക്കെട്ട ഒരാളാണ്. പഠനത്തിലും എന്താ പറയുക, ഇതിലെത്തിച്ചേരണം, ഈ ഫീൽഡിൽ തന്നെ എത്തിച്ചേരണം, പഠിച്ച അതേ ഫീൽഡിൽ തന്നെ എത്തിച്ചേരണം എന്ന് വിചാരിച്ച ഒരാളാണ്. അപ്പം മൂപ്പര് ഇതേപോലെ തന്നെ എന്നൊരു ദിവസം ഇങ്ങോട്ടേക്ക് വിളിച്ചു. ഞാൻ നാട്ടിലാണ്, അപ്പോൾ ദുബായിലായിരുന്നു മൂപ്പര്, ജോലി തപ്പിപ്പോയതാണ്. അപ്പോൾ എന്നോട് വിളിച്ചു, ചോദിച്ചു ഷംവിലെ എനിക്കൊരു 10,000 രൂപ ഒപ്പിച്ച് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് എന്നോട് ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഓക്കെ, ഞാനത് സെറ്റ് ചെയ്ത് തരാം എന്നുള്ള രൂപത്തിൽ അതൊരു 5 സെറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ തിരിച്ച് വിളിച്ചപ്പോൾ വല്ലാതെ കരയുക ഉണ്ടായത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ കരയാൻ മാത്രം എന്താ ഉണ്ടായത്? അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് റൂമിൽ നിന്ന് പുറത്താകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ അടുത്ത്, അന്നത്തെ 500 ദിറംസ് എന്ന് പറയുന്നത് 10,000 രൂപയാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഇപ്പം ജോലിയൊന്നും ആയില്ലേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇല്ല, ഞാൻ പലയിടത്തും നടന്നു എന്നുള്ളതാണ്. അന്നാണ് സീഹബിൻ്റെ ആദ്യ ചിന്ത വരുന്നത്. കാരണം കഷ്ടപ്പെട്ട് നാട്ടിലാണല്ലോ, ഞാൻ നാട്ടിലുള്ളത്, കഷ്ടപ്പെട്ട് പഠിച്ച ഒരാൾ. അപ്പോൾ ഞാൻ എൻ്റെ ചുറ്റുപാടാണ് നോക്കിയത്. കഷ്ടപ്പെട്ട് പഠിച്ച ഒരാൾ ജോലി തപ്പി പുറത്തു പോയി, അവിടെ പട്ടിണി, ജോലി കിട്ടുന്നില്ല. ഇതേ സമയം തന്നെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ കൂടെ നല്ല കോളേജിലെ നല്ല മാർക്കാണ് പഠിച്ച സമയത്ത്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാളാണ്. അയാൾ ഒരു ജീപ്പിൽ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ പരിചയപ്പെട്ടത്. പക്ഷേ പഠിച്ചതും അയാൾ ചെയ്യുന്ന ജോലിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അത്രയേറെ സ്വപ്നങ്ങൾ കണ്ട് വന്ന് ക്യാമ്പസിൽ അത്രയേറെ സ്വപ്നങ്ങൾ പങ്കുവെച്ച ആൾക്കാർ റിയൽ ലൈഫിൽ ഏറ്റവും തൃപ്തിപ്പെട്ട ലെവലല്ല അവർ ജോലി പോയിക്കൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് സീഹബ് എന്ന് പറയുന്നൊരു തോട്ട്സ് എനിക്ക് ഡെവലപ്പ് ചെയ്തതും അവിടെ നിന്നാണ് ഞാൻ കെട്ടിപ്പൊക്കി കൊണ്ടുവന്നതും എല്ലാ കാര്യങ്ങളും. ആ സുഹൃത്തുക്കൾ ഇപ്പം എന്ത് ചെയ്യുന്നു? ഇപ്പം ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ പഠിച്ചതുമായി ബന്ധപ്പെട്ട ജോലിയല്ല ചെയ്യുന്നത്. അല്ല. ഈ വാപ്പായുമായും വേർപിരിഞ്ഞ് താമസിക്കുമ്പോൾ ഷമീൽ ആരുടെ കൂടെയായിരുന്നു? ഞാനും 2 പെങ്ങന്മാരും ഉമ്മയും ഞങ്ങൾ ഒന്നിച്ചായിരുന്നു താമസം. ഉപ്പ വേറെ പോയി, വേറെ കല്യാണം കഴിച്ചിരുന്നു. അപ്പോൾ ബാധ്യത മൊത്തം ഷമീലിനാണ്. അതെ, 2 പെങ്ങന്മാർ. കാരണം പഠിക്കാൻ മാത്രമല്ല ഫാമിലിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപോലെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. പെങ്ങന്മാരുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. കാരണം ഞാൻ ജോലിക്ക് മാത്രം പോയാൽ ചിലപ്പം പഠനം നടക്കില്ല എന്നുള്ള ഇതിലായിരുന്നു. ഉമ്മ അന്ന് ഒരു ഹോസ്പിറ്റലിൽ റിസപ്ഷനിൽ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞത് ഉമ്മ നീ പഠിക്കണം, പഠിച്ചാൽ മാത്രമേ നിൻ്റെ പെങ്ങളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, നിൻ്റെ പഠിപ്പ് മുടങ്ങാതിരിക്കാനാണ് ഞാൻ ജോലിക്ക് പോകുന്നതെന്നുള്ളതാണ്. ഇന്ന് ഉമ്മ വർക്ക് ചെയ്ത അതേ ഹോസ്പിറ്റലിൽ എൻ്റെ പെങ്ങൾ MBBS കഴിഞ്ഞ് ഡോക്ടറായി. അതെ, അപ്പോൾ അതൊക്കെ ഒരു അച്ചീവ്മെൻ്റാണ്. ആ ഉമ്മയുടെ ഒരു സന്തോഷം എന്തായിരുന്നല്ലോ? അപ്പം അതാണല്ലോ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടല്ലേ. ഉമ്മ അവിടെ മോൻ്റെ പഠിത്തത്തിന് വേണ്ടി ജോലിക്ക് പോയി. അതെ, ഞാൻ പഠിച്ചിറങ്ങിയതല്ല, പഠിത്തത്തിന് വേണ്ടി പോകുന്നു. അതേ ഹോസ്പിറ്റല് ഉമ്മ റിസപ്ഷനിൽ ഇരുന്ന ആ സ്ഥലത്തേക്ക് ഫ്രണ്ടിൽ പോയി ഡോക്ടറായിട്ട് ഇരിക്കുമ്പോൾ ഉമ്മയുടെ ഒരു സന്തോഷം അല്ലേ? അതെ, ഉമ്മ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലെ ഏറ്റവും വലിയൊരു ഡോക്ടറായിരുന്നു അവിടുത്തെ. ആ ഡോക്ടർ കീഴിലാണ് MBBS ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഈ കഷ്ടപ്പാടുകൾ നമുക്ക് ഒത്തിരി ഉണ്ടാകും, പല രീതിക്കും വേദനകളുണ്ടാകും. ഇപ്പം നേരത്തെ പറഞ്ഞു വെച്ചാൽ ഉമ്മയുടെ കാര്യം, ഉമ്മ പറഞ്ഞ ആ വാക്കുകളൊക്കെ ഓർമ്മയുണ്ട്. ആ ഏറ്റവും വലിയ വാക്കാണ് ഉമ്മ പറഞ്ഞ വാക്ക്. മോൻ്റെ പഠിത്തം മുടങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ ജോലിക്ക് പോകുന്നു, മോൻ്റെ പഠിത്തം തുടർന്നാലുള്ളൂ പെങ്ങന്മാരെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അവിടെ 2 കണക്ഷൻ വിദ്യാഭ്യാസമായിരുന്നു ഉമ്മ നോക്കിയിരുന്നത് അല്ലേ? അത് കൃത്യമായി എടുക്കാൻ കഴിഞ്ഞുള്ള കാരണം ഉമ്മ ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉമ്മ പഠിച്ച് കഴിഞ്ഞ് ഉമ്മക്ക് അധികം പഠിക്കാൻ പറ്റിയിട്ടില്ല. പെട്ടെന്ന് കല്യാണം കഴിഞ്ഞോട് കൂടിയിട്ട് എന്നിട്ടും ഉമ്മ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനൊക്കെ 7ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയം ഉമ്മ ചെറിയ കോഴ്സുകൾക്കൊക്കെ പോകുമായിരുന്നു. അത്രയേറെ ഉമ്മാക്കും പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഉമ്മ പറഞ്ഞത് പഠിച്ചാലേ കാര്യമുള്ളൂ. കാരണം നാളെ പിറ്റേന്ന് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ
ഈ പഠിച്ചത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള ചെറുപ്പത്തിലൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് തന്നെ നമ്മൾ ഫോളോ ചെയ്തതും അതാണ് ഞാൻ എൻ്റെ സി ഹബിൽ ഫോളോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഇത്രയും സ്റ്റുഡൻസും കാര്യങ്ങളും. ഞാൻ ഒരു വീഡിയോ ഉണ്ട് 2018 തോന്നുന്നു എൻ്റെ ഇനാഗ്രേഷൻ ഒക്കെ നടന്നത് കോഴിക്കോട് നടന്നത്. നമുക്ക് മന്ത്രിമാരുൾപ്പെടെ ലീഗിൻ്റെ നേതാക്കൾ തങ്ങൾ ഉൾപ്പെടെ വന്നിട്ട് ഒരു ഫംഗ്ഷനാണ് ഞാൻ കണ്ടത് അല്ലേ. ഇവരൊക്കെ കോർത്തെടുക്കാൻ ഒരു മുസ്ലിം ഫാമിലി എന്ന നിലയിലേക്ക് എത്രമാത്രം എളുപ്പമായിരുന്നു? ഒരു മുസ്ലിം ഫാമിലി എന്നുള്ള രീതിയിലല്ല. അന്ന് വടകരയായിരുന്നു ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്. ഈ കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊരു ലോങ് ടേം പ്രോസസ്സാണ്. സാധാരണ അന്ന് ഞാൻ എൻ്റെ ചുറ്റുപാടുകളാണ് നോക്കിയത്. അന്ന് ചില ഓർഗനൈസേഷൻസ് നടത്തുന്ന സ്ഥാപനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിൽ കരിയർ ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് എന്തെങ്കിലും ഒരു കോഴ്സ് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ കോളേജുകൾ പറഞ്ഞു കൊടുക്കുക. ഇതുകൊണ്ട് മാത്രം ഒരു സ്റ്റുഡൻറ്റിൻ്റെ കരിയറിലൊരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാനോ ഒരു മാറ്റമൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. ചിലപ്പം ഈ സ്റ്റുഡൻറ്റിന് പറ്റിയ കോഴ്സ് അല്ലാതെ ട്രെൻഡിനെ, അതായത് അന്നത്തെ ട്രെൻഡ് എന്താണോ അതിന് പുറകെ ചിലപ്പം പോവും. പിന്നെ അപ്പോൾ ആ ഒരു ചുറ്റുപാടുകൾക്കിടയിൽ നിന്നാണ് ഞാൻ വടകരയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്. അന്ന് ഹൈദരലി തങ്ങൾ വന്നിരുന്നു, പിന്നെ തങ്ങളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അതുപോലെ തന്നെ മലബാർ ഗോൾഡിൻ്റെ കോ ചെയർമാനായ PA ഇബ്രാഹിം ഹാജിക്ക സപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെയാണ് വടകര സ്റ്റാർട്ട് ചെയ്തത്. അത് അത്യാവശ്യം നല്ല രീതിക്ക് പോയതുകൊണ്ടാണ് പിന്നെ നെക്സ്റ്റ് ലെവലിലേക്കായി ഞാൻ കോഴിക്കോടേക്ക് 2019 ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ 2019 ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും അന്ന് ഞാൻ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. കാരണം ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, വ്യത്യസ്തത നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മളിലേക്ക് ആളുകൾ എത്തില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് കരിയർ ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ കരിയർ എക്സ്പീരിയൻസ് വെർച്വൽ റിയാലിറ്റിയിലൂടെ കൊണ്ടുവന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഞാനാണ്. അന്നത് അവിടുത്തെ കളക്ടർ അടക്കം നമ്മളെ പിന്നെ ഓഫീസിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുതുകാട് സാറായിരുന്നു പിന്നെ അത് തുടങ്ങി വെച്ചിരുന്നത്. അത്തരം ഒരു രീതി തുടർന്ന് ഇപ്പോൾ പോകുമ്പോൾ ഇപ്പോൾ മനസ്സിന് ഏറ്റവും സന്തോഷം വരുന്ന ഒരു മുഹൂർത്തം പെട്ടെന്ന് ഓർത്തെടുക്കുകയാണ് ഏതായിരിക്കും? ഒരു മനസ്സിൽ എപ്പോഴും ഒരു സന്തോഷമുള്ള ഒരു മുഹൂർത്തം നമുക്കുണ്ടാവുമല്ലോ. നമ്മുടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് ഏതായിരിക്കും? എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ എന്നെ ബഹുമാനിക്കുന്ന ഒരു സദസ്സിൽ എൻ്റെ ഉമ്മയെ ബഹുമാനിക്കുന്ന മുഹൂർത്തമാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. കാരണം അത്രയേറെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ ഈ നിലയിലെത്തിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഉമ്മ ബഹുമാനിക്കപ്പെടുന്നതാണ് എനിക്ക് ഏറ്റവും നല്ല മുഹൂർത്തം. അത് നടന്നിട്ടുണ്ട് 1-2 സദസ്സ് എന്നൊക്കെ. അത്രയും വ്യക്തികൾ ഉമ്മാനെ ബഹുമാനിക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. അതൊരു വല്ലാത്തൊരു ഫീലായിരിക്കുമല്ലോ അവിടെ ഇരുന്ന് അനുഭവിച്ചാൽ അല്ലേ? തീർച്ചയായും. അല്ല നമ്മൾക്ക് മുസ്ലിം എന്ന നിലയിൽ നമ്മുടെയൊക്കെ വിശ്വാസം ഉമ്മയുടെ പാദത്തിനടിയിലാണ് സ്വർഗമെന്നാണല്ലോ നമ്മൾക്ക് വിശ്വസിക്കുന്നത്. തീർച്ചയായും. ആ വിശ്വാസം എൻ്റെ ഉമ്മ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. കാരണം ഏത് പ്രതിസന്ധി വന്നാലും മുമ്പോട്ട് അതൊക്കെ ഉണ്ടാവും. ഫോക്കസ് ഓൺ യുവർ ഗോഡ് എന്നുള്ളത് മാത്രമാണ്. ഇന്ന് ഇവിടെ നിൽക്കുന്നതും ആ ഒരൊറ്റ ഇൻസ്പിറേഷനിലാണ്, ആ ഒരൊറ്റ മോട്ടിവേഷനിലാണ്. കാരണം ഒരു ധൈര്യം എന്ന് പറയുന്നത് ധൈര്യമായിട്ട് മുമ്പോട്ട് പോട്, എൻ്റെ ദുആ ഉണ്ട് എന്ന് ഉമ്മ പറയാം. അത് എവിടെ എത്തിക്കും എന്നുള്ളതാണ്. ഉമ്മയുടെ കൈകൾ ഭദ്രമായതുകൊണ്ടാണ് ഷെഫീൽ ഇങ്ങനെ ഇരിക്കുന്നത്. തീർച്ചയായും ഉമ്മയുടെ കയ്യിൽ ഉമ്മാൻ്റെ ദുആ ആണ് ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നത്. അതല്ലേ? ഇപ്പോൾ ഉമ്മ ഭയങ്കര ഹാപ്പി അല്ലേ? മാഷാ അല്ലാഹ് ഹാപ്പിയാണ്. ഇപ്പോൾ ഉമ്മ എന്താണ് ഉപദേശിക്കാറുള്ളത്? ഇപ്പോൾ ഉമ്മ ഉപദേശിക്കാറുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ഉപദേശം എന്നുള്ള രൂപത്തിലല്ല, ഫോളോ അപ്പ് ചെയ്യും. എന്തായി കാര്യങ്ങൾ, എവിടം വരെ എത്തി കാര്യങ്ങൾ എന്നുള്ളത് ഫോളോ അപ്പ് ചെയ്യും ദിവസവും. ഞാനതുപോലെ പറയാറുണ്ട്, എന്തൊക്കെ എങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള രൂപത്തിലൊക്കെ ഞാൻ പറയാറുണ്ട്. ഈ വീഴ്ചകൾ സംഭവിച്ചപ്പോൾ ഉമ്മയൊപ്പം തന്നെ ഇപ്പം ഒരു സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞു, ദുബായിലുള്ള സുഹൃത്ത് പൈസ ചോദിച്ചു 10,000 രൂപ അയച്ചു കൊടുത്ത്, എന്നിട്ട് 500 ദിർഹമാണ് അവിടെ. അദ്ദേഹത്തിൻ്റെയൊക്കെ ജീവിതം പിന്നീട് അന്വേഷിച്ചിട്ടുണ്ടോ? ഇപ്പോഴും ഒന്നിച്ചുള്ള സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്. സുഹൃത്ത് ബന്ധം ഞാൻ എപ്പോഴും കാത്തു സൂക്ഷിക്കാറുണ്ട്. ഞാനുമായിട്ടുള്ള ബന്ധത്തിലുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഞാൻ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. എപ്പോഴും ഈ ഹബ്ബ് എന്ന് പറയുന്ന ഒരു സംരംഭം തുടങ്ങുന്നത് തന്നെ അതുകൊണ്ട് മാത്രമേ. പ്രത്യേകിച്ച് സി ഹബ്ബ് തുടങ്ങിയ സമയത്ത് 2018 നല്ല രീതിയിലേക്കൊരു എക്സ്പോഷർ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് നിപ്പ വന്നിരുന്നത്. നിപ്പ വന്നപ്പോൾ കുറച്ച് അവിടെ നിന്നു. അവിടുന്ന് പിന്നെയും കുറച്ച് നല്ല രീതിക്ക് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ പ്രളയം വന്നിരുന്നു. അതൊക്കെ തരണം ചെയ്താണ് 2019 പിന്നെ വെർച്വൽ റിയാലിറ്റിയിലൂടെയൊക്കെ തിയേറ്റർ ഉണ്ടായിരുന്നു. വെർച്വൽ റിയാലിറ്റിയിലൂടെ കരിയർ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നല്ല രീതിയിൽ പ്രവർത്തനം വരുന്ന സമയത്ത് കോവിഡും വന്നിരുന്നു. പക്ഷേ ഞാനൊക്കെ ഇതൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മളെ മുമ്പിൽ തരുന്ന അവസരങ്ങളാണ്.
കാരണം ഓരോ പ്രതിസന്ധിയിലും അടുത്ത ഒരു വലിയൊരു അവസരം നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷമാണ് എന്നിലേക്കുള്ള ഏറ്റവും വലിയ അവസരത്തിൻ്റെ വാതിൽ തുറന്ന് കിട്ടുന്നത്. അതുവരെ എന്ന് പറഞ്ഞാൽ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ കോവിഡ് വരുന്നതോട് കൂടിയിട്ട് ഒരു ഗ്ലോബൽ മാർക്കറ്റിനെ കുറിച്ച് എനിക്ക് പഠിക്കാൻ പറ്റി. ആ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ പ്രോബ്ലംസ് പഠിക്കാൻ പറ്റി, ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പ്രോബ്ലംസ് പഠിക്കാൻ പറ്റി. ആ പ്രോബ്ലംസിലേക്ക് നമ്മുടെ സി ഹബ് എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും എന്നുള്ളത് പഠിക്കാൻ പറ്റിയതും അതിനുള്ള സമയമായിരുന്നു ഇതുവരെ എടുത്തിരുന്നത്. അപ്പോൾ അത് നമുക്കിനി എക്സിക്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയൊരു മാറ്റങ്ങളുണ്ട്. സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റും എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് ബിസിനസ്സാണ്. ഇതെല്ലാം ബിസിനസ്സാണ് അല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ മുടക്കുന്നത് വിദ്യാഭ്യാസത്തിന്. ഒരു പേരൻ്റാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിന് പൈസ മുടക്കുന്നത് എന്ന കാര്യത്തിലാണ്. ഈ ഒരു ബിസിനസ് കൃത്യമായിട്ട് മുന്നിൽ കാണുന്നുമില്ല ഇതിനകത്ത്, നമ്മുടെ ഒരു ബിസിനസ് രീതിയും. തീർച്ചയായും. കാരണം രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും നല്ല ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുക. പക്ഷെ അതൊരു ബിസിനസ് നമുക്ക് പറയാൻ പറ്റില്ല, വാല്യൂ ആഡ് ചെയ്യുക എന്നുള്ള നല്ല രീതിക്ക് പോവുകയാണെങ്കിൽ. ഇപ്പം മെഡിക്കൽ ഫീൽഡും എഡ്യൂക്കേഷൻ ഫീൽഡായിരിക്കും ചിലപ്പോൾ ഏറ്റവും മുമ്പിലുണ്ടാകുക. പക്ഷെ നിലവിൽ എഡ്യൂക്കേഷനിൽ നടക്കുന്ന പല കാര്യങ്ങളും റൈറ്റായിട്ടല്ല എന്ന്, ചില കാര്യങ്ങൾ റൈറ്റായിട്ടല്ല എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് എനിക്ക്. കാരണം ആഫ്റ്റർ കോവിഡ് എഡ്യൂക്കേഷന് പഴയതുപോലെ അല്ല. ഇനി അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞാൽ പേഴ്സണലൈസ്ഡാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെ വരവോടുകൂടി തന്നെ ആളുകളുടെ എഡ്യൂക്കേഷൻ്റെ പ്രിഫറൻസും ഇനി അങ്ങോട്ട് പേഴ്സണലൈസ്ഡായി മാറാൻ പോവുകയാണ്. എഡ്യൂക്കേഷൻ മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഇനി അങ്ങോട്ടേക്ക് ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ. ആ എഡ്യൂക്കേഷൻ ഇന്നത്തെ ടെക്നോളജിയുടെ സഹായത്തോ അല്ലെ സപ്പോർട്ടോട് കൂടിയിട്ട് വെല്ലായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ആ ഡിസൈൻ ചെയ്യുന്നതോട് കൂടിയിട്ടാണ് ആ കുട്ടിയുടെ ലൈഫ് മാറുന്നത്, ആ ഫാമിലിയുടെ ലൈഫ് മാറുന്നത്, ഒരു 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 എന്താ പറയുക, ഒരു സൊസൈറ്റിയുടെ ലൈഫ് മാറുന്നത്. എഡ്യൂക്കേഷനിലൂടെ അതായത് എഡ്യൂക്കേഷനിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റിലൂടെ തന്നെയാണ് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ഡെവലപ്മെൻറ്റ് മുമ്പിലുണ്ടാകുക. എന്നൊക്കെ കുടുംബ ബാക്കിലുണ്ടല്ലോ, ബാക്കി ഉമ്മയുടെ വീട്ടുകാരല്ലേ പാപ്പയുടെ വീട്ടുകാർ, അങ്ങനെ കുടുംബങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ എങ്ങനെയാണ് ചേർന്ന് നിൽക്കുകയാണോ എന്നോ അകന്ന് നിൽക്കുകയാണോ ചെയ്തത്? അതിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഉമ്മ അന്ന് ജോലിക്ക് വരുന്നത്. ആരുടെ മുമ്പിലും ഉമ്മ താഴ്ന്നു നിൽക്കാൻ ഉമ്മ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യും, എൻ്റെ മക്കളെ ഞാൻ നോക്കും എന്നുള്ള ഒരൊറ്റ വാശിയാണ്. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവ്സും ഉണ്ടാവാറില്ല എന്നുള്ള, നെഗറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട് ഫാമിലിയിൽ നിന്നൊക്കെ. പക്ഷേ അതൊരു വലിയൊരു വിഷമായിട്ടൊന്നും കൊണ്ടു നടക്കാറില്ല. ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ, ഇപ്പം ഞാൻ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന ആൾക്കാരും അവരൊക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ചില സമയത്ത്, അതായത് എൻ്റെ അച്ചീവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കുക എന്ന് പറയുന്നത് ഒരു ഇൻസിഡൻ്റാണ്. ആ ഇൻസിഡൻ്റാണ് എന്നെ ഏറ്റവും കൂടുതൽ മുമ്പോട്ടേക്ക് നയിക്കുന്നത് എന്നുള്ള. ആ ഇൻസിഡൻറ്റ് വേണമെങ്കിൽ ഞാനിപ്പോൾ ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും. ആ ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്, ഉപ്പ വേർപിരിഞ്ഞു, ഉപ്പ നാട് വിട്ടു പോയി. ഉപ്പാനെയും കുറ്റം പറയാം, അതായത് വേറൊന്നുമില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെ ഉപ്പ നാട് വിട്ടു പോയി. അപ്പോൾ അന്നൊക്കെ ഉമ്മ കേക്ക് ഉണ്ടാക്കിയിട്ട് ബേക്കറിയിൽ കൊടുത്തിട്ട് ആ പൈസ കൊണ്ടാണ് അന്നത്തെ ചിലവ് കഴിഞ്ഞു പോവുക. പക്ഷേ ഒരു ദിവസം ആ ബേക്കറിയിൽ നിന്ന് മടക്കി. അപ്പോൾ രാവിലെ ഞങ്ങൾ ആ കേക്ക് കഴിച്ചു. ഉച്ചക്ക് കുറച്ച് അരി അവിടെ ഉണ്ട്. അപ്പോൾ അരി ചോറാക്കി, പക്ഷേ കറി വെക്കാനൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 2 രൂപയുള്ളത്. ആ 2 രൂപ എനിക്കിപ്പോൾ ആ 2 രൂപ ഇങ്ങനെ നോക്കിയത് എനിക്കിപ്പോഴും ഓർമ്മയാണ്. 1 രൂപ കൂടി ഉണ്ട്, 100 വെണ്ട കിട്ടും, അത് വെച്ച് കറി ഉണ്ടാക്കാമായിരുന്നു ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അന്ന് എൻ്റെ പെങ്ങൾ ഏറ്റവും ചെറുതാണ്, അതായത് പെങ്ങൾ ചെറിയ കുട്ടിയാണ്, മോളാണ്. അപ്പോൾ മൂത്ത പെങ്ങളാണെങ്കിൽ ഇവൾ കരച്ചിൽ, വിശപ്പ് കൊണ്ടുള്ളൊരു കരച്ചിലാണ്. ഉമ്മാക്ക് കാണാൻ കഴിയാത്തതുകൊണ്ട് ഉമ്മ ഒരു റൂമിലേക്ക് മാറിക്കിടന്നു. ഇവളാണ് വിശന്ന് കരയാണ്. അപ്പോൾ ഈ വിശന്ന് കരയുന്ന സമയത്ത് എൻ്റെ മൂത്ത പെങ്ങൾ ചെയ്ത കാര്യം എന്ന് പറയുന്നത്, ഈ മുളകും ഉപ്പും ആ ഒരു ചോറിൽ മെല്ലെ കൊടുത്തിട്ട് പെങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് വിശപ്പ് മാറിയതിൻ്റെ സന്തോഷം കൊണ്ട് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്, എരിവുകൊണ്ട് കരയുകയും ചെയ്യുന്നുണ്ട് ചെറിയ മോള്. അപ്പോൾ ഇത് വിഷമിച്ചിട്ടാണ് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അന്ന് സുഹൃത്തിൻ്റെ വീട്ടിൽ ബിരിയാണിയായിരുന്നു. അപ്പോൾ എൻ്റെ മുമ്പിലേക്ക് ആ ബിരിയാണി വെച്ചു. പക്ഷേ എനിക്ക് ആ ബിരിയാണി തിന്നാൻ പറ്റുന്നില്ല, കാരണം എൻ്റെ വീട്ടിലെ അവസ്ഥ എനിക്കറിയാം. ഞാൻ തിന്നിട്ടുമില്ല.
ഇതാണ് ഏത് ഒരാളെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് അഭിമാനം തോന്നുന്ന സമയത്ത് ഞാൻ ഓർക്കുക, ഞാൻ അന്ന് അവിടെയായിരുന്നു, അൽഹംദുലില്ലാ ഇവിടെ എത്തിയില്ലേ, ഇനി എത്രയോ മുമ്പോട്ട് പോകാനുണ്ട് എന്നുള്ളതാണ് മനസ്സിൽ എപ്പോൾ ഉണ്ടാകുന്ന ഒരു ഓർമ്മ. വല്ലാത്തൊരു സംഭവമായിട്ട് ഇപ്പോൾ പറഞ്ഞത്. അല്ല അത് ആരുടെയും മനസ്സിലേ പെട്ടെന്ന് അല്ല ഇങ്ങനെ പറയുമ്പോഴേ ഇപ്പോഴും ഉള്ളിലെ വേദന അങ്ങ് അല്ലേ? അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഞാൻ ഒരിക്കലും ഒന്നിനും വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. എൻ്റെ സ്വപ്നങ്ങൾ പിന്നെ അതെത്രയോ മേലെയാണ്. ഞാൻ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. എൻ്റെ സ്വപ്നങ്ങൾ അത്രയോ മേലെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്കുകളായിട്ടൊക്കെയാണ് ഞാൻ അനുഭവങ്ങൾ കാണുന്നത്. അനുഭവങ്ങളിലൂടെ മാത്രമേ ഒരു മനുഷ്യന് നെക്സ്റ്റ് ലെവലിലേക്ക് ചിന്തിക്കാനും അത് ഒരു ഉള്ളിലൊരു ഫയർ ഉണ്ടാവും. ആ ഫയറാണ് നമ്മളെ മുമ്പോട്ടേക്ക് നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോഴും ഓർമ്മിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്തരം ഫയറുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നെ മുമ്പോട്ടേക്ക് എന്ത് പ്രതിസന്ധി വന്നാലും ഞാനത് തരണം ചെയ്ത് മുമ്പോട്ട് പോയിരിക്കും. കാരണം എൻ്റെ ഫോക്കസ്, എൻ്റെ ഡ്രീം എന്താണോ അതിലേക്ക് ഞാൻ എത്തിച്ചേരും എന്നുള്ളത് 100% ഉറപ്പുണ്ട്. യാത്ര തുടരുകയാണ്. തീർച്ചയായും അല്ലേ? ഈ ഇടയ്ക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി, അപ്പം ഇടയ്ക്ക് ജോലിക്ക് പോകുന്നു പറഞ്ഞു തുടങ്ങുന്നത്. എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്? ജോലി അന്ന് +2 കഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ ആദ്യമായിട്ട് ഞാൻ ചെയ്ത ജോലി എന്ന് പറയുന്നത് ഈ കല്യാണ വീടുകളിൽ അന്ന് മൂവിയാണല്ലോ, ലൈറ്റ് അടിച്ചു കൊടുക്കാൻ പോകുമായിരുന്നു. അതെ. അപ്പോൾ ആദ്യം അതിൽ നിന്നാണ് തുടങ്ങിയത്. പിന്നെ അതൊക്കെ ചില സമയത്ത് അല്ല അന്ന് എനിക്ക് 250 റുപ്പീസ്. അത് ഒത്തിരി കാലം എൻ്റെ പ്രായമുണ്ടെന്ന് ഓർത്തോട്ടോ ഇല്ല മുട്ടി പോകണ്ടേ. അങ്ങനെ ആദ്യത്തെ ജോലി അതായിരുന്നു. പിന്നെ ഞാൻ കാറ്ററിങ്ങിൻ്റെ ജോബിനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ സത്യം പറയുകയാണെങ്കിൽ കോളേജിൽ പെരുന്നാൾ ദിവസം എൻ്റെ റൂമിലുള്ള എല്ലാ പിന്നെ റൂംമേറ്റ്സൊക്കെ ഉണ്ട്. അവർക്ക് പെരുന്നാളിന് അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ ചിന്തിക്കുക. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലോചിക്കുക, പടച്ചറബേ പെരുന്നാൾ വന്നു, എവിടെയെങ്കിലും ഒരു ജോബ് കിട്ടിയിട്ട് ഒരു ദിവസത്തെ കൂലി കിട്ടും എന്നൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് ഇയർ. സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്ക് ഞാനൊക്കെ പിന്നെ നമ്മൾ ഓരോ കാര്യത്തിൽ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിഷൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ ഞാൻ മുമ്പോട്ട് നീക്കിയിരുന്നു. പക്ഷേ ഫസ്റ്റ് ഇയർ കുറച്ച് വല്ലാത്ത കഠിനമായിരുന്നു മുമ്പോട്ട് പോകാൻ. പക്ഷേ ഫസ്റ്റ് ഇയറിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ 1-2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ സുഹൃത്താണ് പിന്നെ കൈപിടിച്ച് കയറ്റിയത്. ആ സുഹൃത്തിനെ എപ്പോഴും ഓർക്കണം അല്ലേ? അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ജാബിർ എന്നാണ് പേര്. അത് ആ സുഹൃത്താണ് ഇന്നും എൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെ ഇന്നും ഞാൻ ബഹുമാനിക്കുന്ന ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് അയാളാണ്. കാരണം മൂപ്പരാണ് എന്നെ കൈപിടിച്ച് ആദ്യമായിട്ട് കൈപിടിച്ച് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് മുമ്പോട്ടേക്ക് കൈപിടിച്ച് കയറ്റിയത് മൂപ്പരാണ്. എവിടെയെങ്കിലും അവസാനിക്കുമെന്ന് തോന്നിയോ? ഇത് ഇനി മുന്നോട്ട് പോക്ക് നടക്കില്ല എന്ന് തോന്നിയോ? 2 പെങ്ങന്മാർ, ഉമ്മ, പഠിക്കണം, ബാധ്യതകളേറെ, എവിടെയും വെച്ച് നിർത്തണം, വേണ്ട നിർത്തണം എന്ന് ചിന്തിച്ചിട്ടുണ്ട് ഒരുപാട്, നിർത്തണം എന്ന്. പക്ഷേ അങ്ങനെ നിർത്തിയാൽ ഞാൻ എൻ്റെ മുമ്പിൽ വരിക പിന്നെ പലരോടും എൻ്റെ അതേ മൈൻഡ് സെറ്റാണ് എൻ്റെ ഉമ്മക്ക്. അപ്പോൾ ഉമ്മ പലരോടും പറഞ്ഞിട്ടുണ്ടാവും എന്ത് തിരിച്ചു വരും, എൻ്റെ മോൻ ഇങ്ങനെയാവും, എൻ്റെ മോൾ ഇങ്ങനെയാവും എന്ന് ഉമ്മ പറയും. കാരണം ഉമ്മ ഒരു നാടൻ ശൈലിയാണല്ലോ. പിന്നെ എൻ്റെ പെങ്ങൾ, ഇവരൊക്കെ മുഖം വരിക, പെങ്ങന്മാരുണ്ട്. അപ്പോൾ ഇവരെ മുഖം വരുന്ന സമയത്ത് അങ്ങനെ എവിടെയും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല, മുമ്പോട്ട് തന്നെ എന്നുള്ള രൂപത്തിൽ. അത് കഴിഞ്ഞിട്ടൊരു വിജയത്തിലേക്ക് എത്തുന്ന സമയത്ത് ഏറ്റവും ആദ്യം എനിക്ക് സ്വന്തമാക്കണമെന്ന് തോന്നി എന്തായിരുന്നു? സ്വന്തമാക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീടില്ലാണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. വീട് എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് ഒരുപാട് താമസിച്ചു, പിന്നെ കുടുംബങ്ങളെ വീട്ടിലൊക്കെ താമസിച്ചു. പ്രതീക്ഷിക്കാത്ത ഒരുപാട് അനുഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അതായത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ വീട്ടിലൊക്കെ പോയി താമസിക്കുന്ന സമയത്ത്, കാരണം വലിയ വീടുകളിലൊക്കെ ആയിരിക്കും പോയി കിടക്കുക. പക്ഷേ എൻ്റെ വീട്ടിൽ അന്നേരം ഞാൻ കിടക്കുന്ന ആ കട്ടിൽ കിടക്കാൻ എനിക്ക് തോന്നൂല. കാരണം എൻ്റെ വീട്ടിൽ ഉമ്മ ചെമ്പും പാത്രവും മാറ്റി വെക്കുന്നുണ്ടാവും. കാരണം ചോർച്ചയാണ്, വീട് പിന്നെ ചോർച്ച ഉണ്ടാവും. അപ്പോൾ അത് മാറ്റി വെക്കുന്ന സമയത്ത് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എൻ്റെ കുടുംബത്തിൽ ഏറ്റവും വലിയ വീട് എൻ്റെതാണ്. എൻ്റെ ഉമ്മ കിടക്കുന്ന കട്ടിൽ ചിലപ്പോൾ ആ നാട്ടിലുണ്ടാവണമെന്നില്ല. മാഷാ അല്ലാഹ്. ഞാൻ അതൊക്കെ പിന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് ഉമ്മയോടുള്ള സ്നേഹമാണ് നമ്മളിവിടം വരെ എത്തിച്ചോ കേട്ടോ. തീർച്ചയായും. അല്ല ഇതൊന്നും ഉണ്ടാക്കാൻ പോലും നമുക്ക് പറ്റില്ല. തീർച്ചയായും. അത് എല്ലാവർക്കും ഒരു ഉമ്മ എന്നും അമ്മയെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സ്വത്താണ്. തീർച്ചയായും. അത് ഉമ്മ എന്ന സ്വത്ത് മാത്രമല്ല,
ശരിക്ക് ഉമ്മമാരെന്ന് പറയുന്നത് ഉമ്മമാരില്ലെങ്കിൽ വെളിച്ചമില്ല ലൈഫിൽ. ഞാനൊരു ദിവസം ഉമ്മയായിട്ട് ചിലപ്പം പിണങ്ങി കഴിഞ്ഞാൽ എനിക്ക് അന്നത്തെ ദിവസം ഒന്നും ഉണ്ടാവില്ല. ഉമ്മയോട് എന്നുള്ളതില്ല ആരോടും. പക്ഷെ ഉമ്മാൻ്റെ സപ്പോർട്ടിൻ്റെ നമുക്ക് എല്ലാത്തിനും ഒരു ഭയങ്കര ധൈര്യമാണ്. കാരണം ഉമ്മാൻ്റെ ദുആ ഉണ്ടല്ലോ, അത് നോക്കിക്കോളും എന്നുള്ളതിൽ നമ്മൾ ദുആ ചെയ്യും. പക്ഷെ ഉമ്മാൻ്റെ ദുആൻ്റെ കുറച്ച് പ്രത്യേക വാല്യൂ ഉണ്ടാവും. അതുകൊണ്ട് നടന്നു പോയിട്ടുണ്ടാകും. അങ്ങനെ പോയിട്ട് ഇപ്പോൾ വണ്ടികൾ ഒക്കെ സ്വന്തമാക്കിയപ്പോൾ ഏത് വണ്ടിയാണ് ആദ്യം സ്വന്തമാക്കിയത് നമ്മുടെ ജീവിതത്തിൽ? ഞാൻ ആദ്യമായിട്ട് സ്വന്തമാക്കിയത് ഇയോൺ എന്ന് പറഞ്ഞൊരു ഇയോണായിരുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ രീതി വെച്ച് പുറത്തെ ബാംഗ്ലൂർ പോകുന്നു, അല്ലെങ്കിൽ മറ്റേ UK പോകുന്നു, ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ ഈ കുട്ടികൾ കൂടുതൽ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു ചിന്തിച്ചിട്ടുണ്ട്? കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ഇപ്പോൾ എമിഗ്രേഷൻ്റെ കണക്ക് പ്രകാരമാണ് ഇന്ത്യയിലേക്ക് പുറത്തുനിന്ന് പഠിക്കാൻ വന്ന കുട്ടികൾ ഏതാണ്ട് 44,000 കുട്ടികളെ പുറത്തുനിന്ന് പഠിക്കാൻ ഇവിടെ വന്നിട്ടുള്ളൂ.